നമസ്കാരം. ഒരു രക്ഷയില്ല എൻ്റെ സുഹൃത്തുക്കളെ. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കഴുത്തിൻ്റെ വേദന. ആ കഴുത്തിൻ്റെ വേദനയ്ക്ക് പിന്നിലെ കറുത്ത കൈകൾ ആരുടേതാണ് എന്നതിൻ്റെ അന്വേഷണമൊക്കെ പല വശങ്ങളിലായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇനി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുമെന്നൊന്നും അറിയില്ല. എനിക്കിന്ന് പറയാനുള്ളത് നമ്മുടെ കണ്ണിൽ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില വസ്തുതകളാണ്. നമ്മളെല്ലാവരും കണ്ടതാണ് പിണറായി വിജയനോട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഫോണിൽ സംസാരിക്കുന്ന ആ ഒരു രംഗം. അപ്പൊ ആ സമയം തൊട്ട് വീണ ജോർജിനേക്കാൾ കൂടുതൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ നിന്നിട്ട് നിൽപ്പാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല ചൊറിഞ്ഞും മുതുക് ചൊറിഞ്ഞും വല്ലാത്തൊരു വെപ്രാളം പ്രകടിപ്പിച്ച ആളാണ് നമ്മുടെ ഷംസീറിക്ക. ആ വെപ്രാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, കേൾക്കാമല്ലോ വ്യക്തമായിട്ട്. അഡ്മിഷൻ വേണം, പെട്ടെന്ന് അഡ്മിഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അഡ്മിറ്റ് ചെയ്യണം, പരിക്കുണ്ട്. പരിക്കേറ്റിട്ടുണ്ട്, ആ സമയം മുതൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയത്തക്ക വിധത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ഈ ഷംസീറാണ്. എപ്പോഴും നിയമസഭയിലാണെന്നാണ് പുള്ളിക്കാരന്റെ വിചാരം. ഇന്നലെ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ട്, ഞാൻ സഭയുടെ നാഥനാണ്, അത് സഭയ്ക്കകത്തിരിക്കുമ്പോൾ. എന്നിട്ട് ഈ ഷംസീർ പറഞ്ഞതിന്റെ ആ കള്ളത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ എം വി ഗോവിന്ദനൊക്കെ ഒരു ഉളുപ്പും ഇല്ലാതെ, അയ്യോ സഹതാപവും പുച്ഛമൊക്കെ അയാളോടൊക്കെ തോന്നുകയാണ്. പുള്ളി പറഞ്ഞെന്താ, കഴുത്തും കയ്യും ഒക്കെ പിടിച്ച് തിരിച്ചെന്നാണ് കേൾക്കാൻ സാധിച്ചതെന്ന്. എന്റെ പൊന്നെ, ഇതേ ആളുകൾ തന്നെ മറ്റേ ഡിവൈഎഫ്ഐക്കാർ നടത്തിയ സംഭവത്തെ രക്ഷാപ്രവർത്തനം ഒന്ന് ന്യായീകരിച്ചവരാണ്. അത് പോട്ടെ, ഈ KSU പ്രവർത്തകർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇവരിങ്ങനെ എന്ന് പറയുന്നത് എന്റെ ശ്രദ്ധയിലും പെട്ടായിരുന്നു. ഈ ഷംസീർ ആണ് ഇതിന് ഉത്തരവാദി, ഇദ്ദേഹമാണ് മറുപടി പറയേണ്ടത്, ഡോക്ടർ ഷംസീർ. കാരണം പുള്ളിയാണ് ഇത് കണ്ട ഉടനെ പരിക്കേറ്റിട്ടുണ്ട് എന്നങ്ങ് ഉറപ്പിച്ചത്. ശരി, അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഈ KSU പ്രവർത്തകർ അങ്ങനെ പറഞ്ഞതാണെന്നിരിക്കട്ടെ. പൊതുജനങ്ങൾ, സാധാരണക്കാര്, നിഷ്പക്ഷരായിട്ടുള്ള നമ്മളൊക്കെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരിടത്തും ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഒരു ദൃശ്യങ്ങളിലും ഇല്ല. ഇപ്പൊ 2 പരിക്കുകളാണ് പറയുന്നത്. ഒന്ന് കയ്യിലെ ആ കുത്ത്, അത് ഇതിനു മുമ്പേ ഉള്ളതാണെന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ സംഭവം വിട്ടെ, പിന്നുള്ളത് കഴുത്തിന്റെ വേദനയാണ്. ഈ കഴുത്തിന്റെ വേദന നേരത്തെ ഉള്ളത് തന്നെ ആയിരുന്നിരിക്കണം. ഇവര് ഇലക്ഷൻ പ്രചാരണത്തിനോടൊക്കെ അനുബന്ധിച്ച് കഴുത്തിൽ ബെൽറ്റ് ഇട്ടുകൊണ്ടൊക്കെ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് കഴുത്ത് വയ്യാത്തവളാണേ വോട്ട് ചെയ്യണേ എന്നുള്ളത് നാട്ടുകാരെ കാണിക്കാനായിരിക്കും ബെൽറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ കാണുന്നുണ്ട്. പിന്നെ നമുക്കിത് അറിയണമല്ലോ, പെട്ടെന്ന് ഒരാൾക്ക് എങ്ങനെയാണ് നിൽക്കുന്ന നിപ്പിൽ കഴുത്തിന് വേദന വരുന്നത്. കാരണം അവരത്രയും സമയം അതിനു മുമ്പ് കണ്ട ദൃശ്യങ്ങളിലെല്ലാം അവരിങ്ങനെ കൂളായിട്ട് നടക്കുകയാണ്. എന്തിന്റെ പ്രതിഷേധം എന്നൊക്കെ ചോദിച്ച് ഇവർ കഴുത്തിട്ട് വല്ലാതെ ആക്ഷൻ എടുക്കുന്നുണ്ട്, വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. പ്രവർത്തകരോട് കയർക്കുകയും ശോഭിക്കുകയും മുന്നോട്ടായുകയും ചെയ്യുന്നുണ്ട് മന്ത്രി. ഒരു മന്ത്രിമാരും നമ്മൾ ഈ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ഷോ ഒക്കെ അവരവിടെ നടത്തുന്നുണ്ട്. എന്നിട്ട് പിന്നീട് മാധ്യമങ്ങളെ പറഞ്ഞു വിടുന്ന ഒരു രംഗമുണ്ട്. പോലീസുകാരെ ഉപയോഗിച്ച് മാധ്യമങ്ങളൊക്കെ അങ്ങ് പോ എന്ന് പറഞ്ഞു വിടുന്ന രംഗമുണ്ട്. മാധ്യമപ്രവർത്തകരോട് പോകാൻ മന്ത്രി പറയുമ്പോഴൊക്കെ മന്ത്രിക്ക് അങ്ങനെ ഒരു പരിക്ക് പറ്റിയതായി നമുക്ക്, അതായത് ഇവർ ട്രെയിൻ കയറേണ്ട ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് വരെ, അവസാന രംഗങ്ങളിൽ വരെ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമുള്ളതായിട്ട് കാണുന്നില്ല. പിന്നീട് ആ തൂണിന്റെ താഴെ ഇരുന്ന് ഷംസീർ പറയുമ്പോഴാണ് പരിക്കുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇവര് കൈവച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത്. പ്ലാറ്റ്ഫോമിൽ അവരിയ്ക്കുകയാണ്, ട്രെയിൻ വരാൻ കാത്തിരിക്കുന്നതിനിടയിലാണ് അവർക്ക് വേദന അനുഭവപ്പെടുന്നത്. അപ്പൊ ഇപ്പൊ ഡോക്ടർമാർ പറയുന്നത് പ്രകാരം കഴുത്തിലെ കശേരുക്കൾക്കിടയിലുള്ള ഡിസ്കുകൾ 2 ഇടങ്ങളിൽ അമർന്നുള്ള സമ്മർദ്ദം കാരണമാണ് വേദന. അപ്പോൾ ഇങ്ങനെയുള്ള വേദന വരാൻ കാരണം എന്താണ് എന്ന് മയോ ക്ലിനിക്കിലെ വിവരങ്ങളെ ആശ്രയിച്ച് ഞാനൊന്ന് ഒരു ചെറിയ റിസർച്ച് നടത്തി. അതിൽ പറയുന്നത് നെക്ക് ഡിസ്ക് കംപ്ലൈൻസ് ആർ primarily caused by the natural aging process, injury or repetitive strain that damages the spinal discs. These conditions often lead to pain, numbness or weakness in the neck, shoulders and arms. മയോ ക്ലിനിക് നൽകുന്ന വിവരം. മനുഷ്യർ വയസ്സാകുമ്പോൾ അതിനൊപ്പം സംഭവിക്കുന്ന നമുക്ക് വാർദ്ധക്യ സഹജമായി ഉണ്ടാകാവുന്ന അസുഖങ്ങളിൽ ഒരെണ്ണമായിട്ട് ഇതിനെ പരിഗണിക്കുന്നുണ്ട്. ശരി, അതല്ല എന്ന് വെക്കാം, വയസ്സായിട്ടില്ല, ചെറുപ്പമാണ് എന്ന് വെക്കാം. എന്തെങ്കിലും മുറിവുകൾ, അവിടെ എന്തെങ്കിലും അടിയോ പിടിയോ, എനിക്ക് തോന്നുന്നു വീണ ജോർജിന്റെ സാരിയുടെ തുമ്പിലുള്ള ആ നൂലിൽ പോലും KSU പ്രവർത്തകരുടെ സ്പർശം ഏറ്റിട്ടില്ല. അങ്ങനെ ഒരു രംഗം നമുക്ക് ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ AI നിർമ്മിതമായിട്ടും എല്ലാം പുറത്തിറങ്ങുമെന്നറിയില്ല. നാച്ചുറലായിട്ട് ഇതുവരെ കണ്ട ദൃശ്യങ്ങളിലൊന്നും ഇല്ല. പിന്നെ
റെപ്പിറ്റേറ്റീവ്, ആവർത്തിച്ചുള്ള സ്ട്രെയിൻ. അതാണ് എനിക്കൊരു സംശയം വരുന്നത്. ഇതിനു മുമ്പ് കഴുത്തിൽ ബെൽറ്റ് ഇട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ കഴുത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആളാണെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്ന സമയത്ത് ഒന്നും വേണ്ട, മൈഗ്രെയിൻ ഉള്ള ആളുകൾക്കറിയാം, തലയുമായിട്ട് ബന്ധപ്പെട്ട സകല ഭാഗങ്ങളിലും ചുറ്റികയ്ക്കടിക്കുന്നത് പോലുള്ള വേദനയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത അവസ്ഥ, ശാരീരിക ബുദ്ധിമുട്ടാണ്. ആ അവസ്ഥയിലുള്ള ഒരാളും ആശുപത്രിയിൽ ചെന്നാൽ നമ്മളെ അടിയന്തര പരിശോധനകൾക്ക് വിധേയമാക്കിയെന്ന് വരാം. ആ സമയത്ത് നമ്മുടെ ബ്ലഡ് പ്രഷറും കൂടെ ഒക്കെ കുറച്ച് ഉയർന്നു നിന്നാൽ ശരീരം വല്ലാത്ത ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കും. അപ്പോൾ ICUലൊക്കെ കയറ്റാൻ പ്രാപ്തിയുള്ള ആളുകളാണ് നേരെ ICUലോട്ടൊക്കെ തന്നെ ആയിരിക്കും കയറ്റുന്നത്. ഇതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല. ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയയൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പുറത്തു വരുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം വേദന കുറവുണ്ട്, പിന്നെ ശരീരവേദനയൊക്കെയാണ് ഇപ്പോൾ എന്ന് പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്നൊക്കെ നമ്മളെല്ലാവരും കണ്ട് മനസ്സിലാക്കി. ഷംസീറിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് 1% ജനങ്ങളോട് ഇത്തിരി മര്യാദയാകാം. ജനങ്ങളെ മൊത്തത്തിൽ എല്ലാവരെയും അടച്ച് മണ്ടരാക്കി നിങ്ങൾ പെരുമാറുകയോ സംസാരിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഒരാളാണ്. ഈ പരുക്കേറ്റിട്ടുണ്ട്. മന്ത്രി വീണ ജോർജിന്റെ വായിൽ നിന്ന് പരുക്കേറ്റിട്ടുണ്ട്, എന്നെ ആക്രമിച്ചു എന്നൊരു വാക്ക് വന്ന് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ കളിച്ച കളി ഷംസീറിൻ്റെ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അതറിയാൻ വേണ്ടി നമുക്ക് വലിയ ഗവേഷണ ബുദ്ധി ഒന്നും ആവശ്യമില്ല. ഈ വാർത്തകളും ഈ ദൃശ്യങ്ങളും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. വളരെ തരംതാണ ഒരു നാടകമായിപ്പോയി. ആരെങ്കിലും അബദ്ധത്തിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ മനസ്സിനെ മടുപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്, PR വർക്കുകളാണ്, മണ്ടത്തരങ്ങളാണ് നിങ്ങൾ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അധപ്പതനത്തിലേക്ക് ഇത് നിങ്ങൾ നയിക്കുള്ളൂ. ആ ജയരാജൻ എന്താ പറഞ്ഞതെന്നറിയോ? ചാവേറുകളെന്ന് KSU പ്രവർത്തകരെ പറഞ്ഞ. അപ്പോൾ DYFIക്കാർ നടത്തി ഇതിൻ്റെ പേരിലൊരു ജാഥ, ഒരു പ്രതിഷേധ റാലി മറ്റോ നടത്തിയല്ലോ ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ, ഡോക്ടർ ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ. പച്ചത്തെറിയും അസഭ്യവും പറഞ്ഞുകൊണ്ടാണല്ലോ ജാഥ നടത്തിയത്. എന്നിട്ടും അതിനെയും വന്ന് വെളുപ്പിക്കുന്നത് കണ്ടു, നാണമില്ലാതെ. ഒരു സ്ത്രീയല്ലേ, സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, ആർക്കാണെങ്കിലും ശരീരത്തിന് വേദന വന്നാൽ അത് വേദന തന്നെ, ബുദ്ധിമുട്ട് വന്നാൽ ബുദ്ധിമുട്ട് തന്നെ. അവരൊരു പെണ്ണാണ്, അവരൊരാണാണ് എന്ന് പറഞ്ഞപ്പോൾ ആണാണ് ഇവരുടെ സ്ഥാനത്തേക്ക് കയറി അങ്ങ് അടിക്കായിരുന്നോ ഈ പ്രവർത്തകർക്ക്? അങ്ങനെ അടിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്നും മിണ്ടത്തില്ലായിരുന്നോ? നിങ്ങളതൊരു വിഷയമാക്കത്തില്ലായിരുന്നോ? എന്തിനാണ് നാണം കെട്ട? നിങ്ങൾ നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ വല്ല നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാണ് ഇലക്ഷൻ പ്രചാരണം നടത്തേണ്ടതും വോട്ടടിക്കാൻ നോക്കേണ്ടതും. പോലീസ് കേസെടുത്ത് ഈ പോലീസുകാരുടെ ഒരു ഗതികേട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതും കൂടെ പറയണം. അങ്ങനെ ഇത്രയും വലിയ പോലീസ് വലയം ഭേദിച്ച് KSU പ്രവർത്തകർ ഇവരെ തൊട്ടിട്ടുണ്ടെങ്കിൽ, ഇവരെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒന്ന് സമ്മതിച്ചു തരണം. അത് സമ്മതിക്കുമോ? ഇത് ആരോടാ ഇതൊക്കെ പറയുന്നത്? അവരിപ്പോൾ പോലീസുകാർക്ക് ഒന്നും പറ്റാത്ത രീതിയിലിരിക്കുക, പാവങ്ങൾ. അവരോട് സഹതാപം തോന്നുന്നുണ്ട്. അവരെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു മന്ത്രി നിൽക്കുകയാണ്, എന്തെങ്കിലും ഒരു പക്വത അവിടെ കാണിച്ചോ വീണ ജോർജ്? ഇങ്ങനെ ചാടി നിൽക്കുകയാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. ഇങ്ങനെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒന്നും ഇല്ലാത്തടത്ത് ചൊറിഞ്ഞ് പുണ്ണാക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അതാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുണ്ണ് കൊണ്ടായിരിക്കും ഇവരുടെ അവസാനം. ഇതുവരെ ICU ഇറങ്ങിയിട്ടില്ല, ഉടനെ ഒന്നും ICU ഇറങ്ങത്തുമില്ല. ഇതുപോലായിരുന്നു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ സമയത്ത് ഒരു BP കയറി. അന്നും കൊട്ടാരക്കര ഏതോ ഒരു ആശുപത്രിയിൽ ചെന്ന് കുറച്ച് സമയം കടന്ന് ICUലാന്ന് പറഞ്ഞ് ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇതേ നാടകങ്ങൾ തന്നെയല്ലേ ആവർത്തിക്കുന്നത്. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്ന് ഡെഡ് ബോഡി മുന്നിൽ കിടന്നപ്പോൾ കണ്ണുനീര് വരുന്നില്ല. കണ്ണിലെഴുതിയിരുന്ന കന്മഷി കുത്തി ഇളക്കി കണ്ണിനകത്തിട്ട് കണ്ണുനീര് വരുത്തി. ഇതെല്ലാം മനുഷ്യർ കണ്ടതാണ്. എന്തിനീ നാടകം മനുഷ്യരുടെ മുന്നിൽ കളിക്കുന്നു? എല്ലാവർക്കും എല്ലാം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. വെളുക്കാൻ തേച്ചത് പാണ്ടായി കിട്ടിയപ്പോൾ സമാധാനമായല്ലോ. ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ തൊടുന്നതെല്ലാം മുടിയെത്തതേ ഉള്ളൂ. പിന്നെ അയ്യപ്പൻ എന്ന് പറയുന്നതേ അതിനൊരു സത്യമുള്ളതാണ്. അതങ്ങനെ ആ സത്യമായി തുടരുന്നിടത്തോളം കാലം നിങ്ങൾ ചെയ്യുന്ന അനീതിക്കെല്ലാം നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടിക്കൊണ്ടേയിരിക്കും, ജനങ്ങളിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കള്ളം കാണിക്കുന്നത് കയ്യോടെ പിടികൂടുകയും ചെയ്യും. ജനങ്ങൾ നല്ല രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇനി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും. റോഡിൽ ഇറങ്ങി ജനങ്ങൾ നിങ്ങളുടെ നേരെ നിന്ന് ചോദിക്കുന്ന കാലമൊന്നും അതിവിദൂരമല്ല. നിയമസഭ തല്ലിപ്പൊളിച്ചവരും മറ്റുള്ളവരുടെ തലയിൽ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിച്ചവരും മറ്റുള്ളവരെ കണ്ടം തുണ്ടം വെട്ടിമുറിച്ച് കൊല്ലുന്നവരും പകരം വീട്ട മണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്നവരും എല്ലാം നല്ലവർ. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് SFIക്കാർ കാണിച്ചത് എന്തൊക്കെയാ? എന്ത് തെറിയൊക്കെയാണ് അദ്ദേഹത്തിനെ വിളിച്ചത്? അവരെല്ലാവരും മര്യാദക്കാർ. കരിങ്കൊടി വീശിയാൽ, അതും ആരോഗ്യരംഗം പൂർണ്ണമായ തകർച്ചയിലേക്ക് എത്തിച്ച കഴിവില്ലാത്ത ഒരു ആരോഗ്യമന്ത്രിയുടെ അനീതികൾക്കെതിരെ കരിങ്കൊടി വീശിയപ്പോൾ അവർ ചട്ടമ്പികൾ, തെമ്മാടികൾ, തെരുവ് നായകൾ, ചാവേറുകൾ, അന്തസ്സുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം അറിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. വിനാശകാല വിപരീത ബുദ്ധി എന്നൊരു സംഭവം കേട്ടിട്ടുണ്ടോ? അത് തന്നെ.
നിങ്ങളുടെ അവസാനത്തെ ഒടുക്കത്തെ നാശത്തിലേക്കുള്ള ക്ലൈമാക്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വിപരീതമായിട്ടേ നിങ്ങളുടെ തലയിൽ ഉദിക്കുകയുള്ളൂ. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടണം. അതിനെന്തെങ്കിലുമൊക്കെ നിമിത്തങ്ങൾ ഉണ്ടാകണം. അതിലൊന്നായിട്ട് കണ്ടാൽ മതി. മിത്തപ്പ, ഷംസീർക്ക, മിത്തല്ലാത്തതൊക്കെ ഉണ്ട് മുകളിൽ, സത്യമായതുണ്ട്. ഇനിയും കിട്ടും.